തൃശ്ശൂർ ചാലക്കുടി അതിരപ്പള്ളിയിൽ നമ്മുടെ ഒരാൾക്ക് കയ്യേറ്റം, ഒരാൾ മർദ്ദിച്ചു എന്നുള്ള 24 അതിരപ്പള്ളിയിലെ ഔട്ട്സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടീം അംഗം റൂബിൻ ലാലിനെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തു എന്ന വാർത്ത വരുന്നു. അപകടത്തിൽ പരിക്കേറ്റ കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ ധാർഷ്ട്യം കലർന്ന പെരുമാറ്റം. സൂരജ് സജി ടെലിഫോണിൽ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ് സജി, ഏത് സാഹചര്യത്തിലാണ് റൂബിൻ ലാലിനെ ഇവർ മർദ്ദിച്ചത്? നമ്മുടെ പ്രതിഷേധം ശക്തിയോടെ തന്നെ അറിയിക്കണം. മാധ്യമപ്രവർത്തനത്തിനിടയിൽ അവർ ഇടപെടാൻ പാടില്ല. ഇന്ന് രാവിലെയാണ് റൂബിൻ ലാൽ ഈ അതിരപ്പള്ളി മേഖലയിൽ ഒരു കാട്ടുപന്നി വാഹനം ഇടിച്ച് പരിക്കേറ്റിരുന്നു. ഏറെ നേരമായിട്ടും ഈ കാട്ടുപന്നിയെ റെസ്ക്യൂ ചെയ്യുന്നതിനുള്ള ഒരു നടപടി അത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയാണ് റൂബിൻ എത്തുന്നത്. PWDയുടെ റോഡിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള ജാക്സന്റെ നേതൃത്വത്തിൽ ഈ റൂബിൻ ലാലിനെ കയ്യേറ്റം ചെയ്യുന്നത്. ഇദ്ദേഹം ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ അടക്കം തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. നേരത്തെയും ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ വീഴ്ചകൾ റൂബിൻ ലാൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ കൊന്നക്കുഴി സ്റ്റേഷന്റെ പരിധിയിൽ ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് ഈ കൊന്നക്കുഴി സ്റ്റേഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ജനങ്ങൾ ഈ വിവരം പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ ഈ മേഖലയിൽ ഇറങ്ങി ആനയെ തുരത്താനുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല. പിന്നീട് ഈ സ്റ്റേഷന്റെ മുന്നിലെത്തിയ സമയത്താണ് ഇവർ ഈ ആനയെ തുരത്താനുള്ള നടപടി സ്വീകരിച്ചത്. അന്ന് ആ വാർത്ത 24 പുറത്തുവിട്ടിരുന്നു. ഇതിനുശേഷം ഈ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്നും റൂബിൻ ലാലിനെതിരെ അസഭ്യവർഷം ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ സമയത്ത് നമ്മൾ അത് കാര്യമാക്കി എടുത്തിരുന്നില്ല. പക്ഷേ തുടർച്ചയായി ഇവർക്കെതിരെ വനംവകുപ്പിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ റൂബിന് നേരെ ഇന്ന് രാവിലെ കയ്യേറ്റം ഉണ്ടായിരിക്കുന്നത്. PWD റോഡിൽ നിന്ന് ഈ പരിക്കേറ്റ കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് നിങ്ങൾ ഈ കാട്ടുപന്നി കിടക്കുന്നത് വനത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റൂബിന് നേരെ കയ്യേറ്റം. ഈ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിരന്തരമായുള്ള വിഷയങ്ങൾക്കകത്ത് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് റൂബിൻ ലാൽ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കടുത്ത പ്രതിഷേധം നമ്മൾ ചെയ്യുകയാണ്. SK. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അതിരപ്പള്ളിയിൽ റൂബിൻ ലാൽ എന്ന ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. എന്തായാലും ഈ ഉദ്യോഗസ്ഥൻ, ഇതിന് നേതൃത്വം കൊടുത്ത ഈ ഉദ്യോഗസ്ഥന്മാരെ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വനംവകുപ്പ് മന്ത്രി നമുക്കുണ്ട്. മന്ത്രി AK ശശീന്ദ്രനോട് ഈ കാര്യത്തിൽ ഗൗരവമായ ഒരു അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ നിയമപരമായി ശിക്ഷിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കാരണം ഇത്തരം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടങ്കോലിടാൻ, പ്രത്യേകിച്ച് തങ്ങൾ ചെയ്യാത്ത ജോലി അവലംബാപമാണെന്ന് കരുതി മാധ്യമത്തിൽ വന്നാൽ ചെറിയൊരു ചുരുക്കനുഭവപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ നമ്മുടെ വനംവകുപ്പിന് കഴിയട്ടെ. വനംവകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ നേരിട്ട് അന്വേഷിച്ച് ഇതിലെന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് ഈ ഉദ്യോഗസ്ഥൻ കുറ്റവാളിയാണെങ്കിൽ അയാൾക്ക് കർക്കശമായ ശിക്ഷ കൊടുക്കണമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വാഹനമിടിച്ചാണ് കാട്ടുപന്നിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ കാട്ടുപന്നിക്ക് പരിക്കേറ്റെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാരും എത്താഞ്ഞതാണ് ഇങ്ങനെയൊരു വാർത്ത വരാൻ കാരണമായത്. ഇത് പകർത്താൻ വേണ്ടിയാണ് റൂബിൻ ലാൽ അവിടെ എത്തിയത്. അതിരപ്പള്ളിയിൽ റൂബിൻ ലാലിനെ നേരത്തെയും ഇയാൾ തെറിവിളിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം നമ്മുടെ സർക്കാർ ജീവനക്കാരിൽ നിന്ന് മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് 24ന്റെ പ്രതിഷേധവും നമ്മളിവിടെ രേഖപ്പെടുന്നു. മന്ത്രി ഇത് ഗൗരവമായി കൈകാര്യം ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഞാൻ അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.